ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളം അമ്പരന്നത് അതീവ ഗുരുതരമായ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് മലയാള സിനിമ എന്ന തിരിച്ചറിവോടുകൂടിയാണ്. സമൂഹത്തിൽ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കേരളത്തിൻ്റെ സിനിമയെ അല്ലെങ്കിൽ മലയാള സിനിമയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള വലിയ ആലോചനകൾ നടക്കുകയും അങ്ങനെ സർക്കാർ തന്നെ മുന്നോട്ട് വന്ന് ഈ സിനിമാ രംഗത്തെ നീതിപൂർവമായ ഒരു പ്രവർത്തന മേഖലയാക്കി മാറ്റി സ്ത്രീകൾക്കും അതേപോലെ തന്നെ മറ്റുള്ള സാങ്കേതിക വിദഗ്ധർക്കുമൊക്കെ ന്യായമായ പ്രതിഫലം ലഭിക്കുന്നതും മാന്യമായ പെരുമാറ്റം ലഭിക്കുന്നതുമായ ഒരു ഇടമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു സിനിമാ മേഖലയെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്ന വലിയൊരു ചർച്ചാവേദി ആരംഭം കുറിക്കുകയും ചെയ്തു. പക്ഷേ സിനിമ കോൺക്ലേവ് ആരംഭിച്ച് ഉടനെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് സിനിമ മേഖലയുടെ വിവാദ പ്രശ്നങ്ങളാണ് രൂക്ഷമായിട്ട് അവിടെ നിറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കേരളത്തിലെ സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭയായ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചില പരാമർശങ്ങൾ ദളിതരെയും സ്ത്രീകളെയും അധിക്ഷേപിക്കുന്നതാണ് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: സർക്കാർ സ്ത്രീകൾക്കും അതുപോലെ ദലിതർക്കും സിനിമ സംവിധാനം ചെയ്യുന്നതിനും സിനിമ നിർമ്മിക്കുന്നതിനുമായി നൽകുന്ന സഹായം 1.5 കോടി രൂപയുടേതാണ്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവർക്ക് 3 മാസത്തെ പരിശീലനം നൽകണം ഈ മേഖലയിൽ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് 2 തരത്തിലാണ് വായിക്കപ്പെട്ടത്. ഒന്ന് സദുദ്ദേശത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശമായിട്ടും, മറ്റൊന്ന് ദളിതരെയും സ്ത്രീകളെയും കഴിവില്ലാത്തവരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ആക്ഷേപിച്ച ഒരു പ്രഖ്യാപനമായിട്ട് അത് വിലയിരുത്തപ്പെടുകയും ഇതൊരു തമ്പുരാൻ കോംപ്ലക്സ് ആണ് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യും. ശരിയാണ്, അധികാരത്തിൻ്റെ മേഖലകളിൽ ഇരിക്കുന്ന മനുഷ്യരൊക്കെ എന്നും അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തും എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ ചർച്ചകളെല്ലാം നടന്നതിന് ശേഷമാണ് വിവാദം കത്തുപിടിച്ചത്. കാരണം അതിനുശേഷം പുറത്തു വന്ന് അടൂർ ഗോപാലകൃഷ്ണനോട് പത്രപ്രവർത്തകർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അവിടെ എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനായിട്ട് ഒരു പെൺകുട്ടി ഉയർന്നു. ഞാൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്താനായിട്ട് അവർക്ക് എന്താണ് അവകാശമുള്ളത്? വഴിയെ പോകുന്നവർക്കൊക്കെ കടന്ന് വന്നിരിക്കാനുള്ള ചന്തയല്ലല്ലോ കോൺക്ലേവ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അവിടെ പ്രസംഗത്തിന് ഇടയ്ക്ക് കയറി സംസാരിച്ചതായിട്ടുള്ള പുഷ്പവതി എന്ന് പറയുന്ന പിന്നണി ഗായികയും അതേപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണുമായിട്ടുള്ള വ്യക്തി പത്രക്കാരോട് പറഞ്ഞത് പ്രശസ്തിക്ക് വേണ്ടിയോ അതേപോലെ തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയോ നടത്തിയ ഒരു ഇടപെടലല്ലാതെ ദലിതരെയും സ്ത്രീകളെയും അധിക്ഷേപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശം അടൂരിനുള്ളതുപോലെ എനിക്കുമുണ്ട്. അടൂരിന് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്, അതേ സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. കാരണം ഞാൻ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ ദലിതരുടെ ഇടയിലും ഒക്കെ വലിയ ചർച്ചാ വിഷയമാകുകയും അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഹരിജൻ ആട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ടതാണ് എന്ന് വരെ ആളുകൾ പറയുകയും അതിൻ്റെ പരാതി നൽകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ശരിയായിരിക്കാം, അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു തമ്പുരാൻ കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് കണക്കാക്കപ്പെടാവുന്നതാണ്. പക്ഷെ അദ്ദേഹം ദളിതരെ അധിക്ഷേപിക്കുകയോ ജാതിപ്പേര് വിളിച്ച് അവരെ ഉപദ്രവിക്കുകയോ ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. പിന്നെ ഹരിജൻ ആട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്ന് പറയുന്നത് ഹരിജൻ ആട്രോസിറ്റീസ് ആക്ടിനെ തന്നെ ഒരു ഉപകരണമായിട്ട് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ഉപകരണമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അത്തരത്തിലത് ദുരുപയോഗം ചെയ്യാനായിട്ട് പാടില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് തിരിച്ച് നമ്മളുടെ വിഷയത്തിലേക്ക് എത്താം. എന്താണ് ഇവിടെ സംഭവിച്ചത്?
ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അടൂർ ഗോപാലകൃഷ്ണനും ധിക്കാരപരമായിട്ട് സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഉപദേശ രൂപേണ പറഞ്ഞ കാര്യം അതിൽ ആരെങ്കിലും ഇടപെട്ട് സംസാരിച്ചാൽ അവരോട് പറയണം, കാര്യം ഇതാണ്, ഞാൻ ഇതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. അതിനു പകരം അവരെ ശരിപ്പെടുത്തി കളയുന്ന തരത്തിലുള്ള പറച്ചിലുകളും തുടർച്ചകളും ഉണ്ടായപ്പോഴാണ് അത് കൂടുതൽ പ്രശ്നമായി തീർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വലിയ ഒരു പ്രതിഭയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം. നമ്മൾ ഒരുപാട് പ്രതിഭകളെ സൃഷ്ടിക്കാറുണ്ട്. ശാസ്ത്രരംഗത്ത്, കലാരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ വ്യക്തിപരമായിട്ട് അവർ വലിയ സെലിബ്രിറ്റികളായി മാറും. പക്ഷെ അവർ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യരായിട്ട് വളരുന്നില്ല എന്നുള്ളതാണ്. നല്ല മനുഷ്യരായിട്ട് വളർത്താൻ പറ്റുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ സാമൂഹ്യഘടനയെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ അടൂർ ഗോപാലകൃഷ്ണൻ വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കെ.ആർ. നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സംഘർഷങ്ങളുടെ തുടർച്ചയാണ്. അതെന്നും എക്കാലത്തും തുടരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതിൽ നിന്ന് മാറി ഈ വിഷയത്തിലേക്ക് എന്നാൽ ഇപ്പം ജോയ് മാത്യു ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ദളിതരെ ആക്ഷേപിക്കുന്ന തരത്തിലൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടായി. മാത്രമല്ല, അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ദളിത് സംവിധായകരായിട്ടുള്ള ആളുകൾ അവർ സിനിമ പിടിച്ചാൽ ആ സിനിമയിലെ നായിക നായകന്മാരായിട്ട് അവരാരെയാണ് സാധാരണ തിരഞ്ഞെടുക്കുക? സവർണരായിട്ടുള്ള ആളുകളെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ദലിതരെ തന്നെ വെച്ചുകൊണ്ട് അവർക്ക് അത് നിർവഹിക്കാനായിട്ട് കഴിയാതെ പോകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ മിശ്രിതമായിട്ടുള്ള, മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മൾട്ടി കൾച്ചറലായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഈ സമൂഹത്തിൽ എല്ലാവരും പരസ്പരം യോജിച്ച് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമാണ് സമൂഹത്തിന് മെച്ചപ്പെട്ട പുരോഗതിയിലേക്ക് നടക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വലിയ പ്രതിഭകൾ. അതവർക്ക് പറ്റാതെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള വിവാദങ്ങളും തകർച്ചകളും തളർച്ചകളും നമ്മുടെ സാമൂഹ്യ രംഗത്ത് സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ രംഗത്ത് ഒരു മേധാവിയായി മാറിയ ഒരാൾ, അധികാരമുള്ള ഒരാൾ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ, അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള ഒരാൾ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, ഇവരൊക്കെ തന്നെ ഈ തമ്പുരാൻ കോംപ്ലക്സ് കൊണ്ടു നടക്കുന്നവരാണ്. അവരെ ചോദ്യം ചെയ്താൽ ഉടനെ അത് വലിയ അപകടകരമായിട്ടുള്ള സമീപനമാണ് എന്നവർ പ്രഖ്യാപിച്ചു കളയും. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനോനിലയാണ്, അധികാരത്തിൻ്റെ ഒരു മനോനിലയാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് ശക്തമായിട്ടുള്ള രീതിയിൽ ഇല്ലാതാക്കിയാൽ മാത്രമാണ് സമൂഹത്തിന് ഒരു സമത്വ ചിന്ത പോലും ഉണ്ടാകുക. ലൂയിസ് 14 കാലത്ത് തുടങ്ങിയ ഒരു ഏർപ്പാടാണിത്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രഖ്യാപനം. ഞാനാണല്ല, എന്നെ നിങ്ങൾക്ക് ആർക്കും ചോദ്യം ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. അതിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രതിധ്വനിയാണ് അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് ഉയർന്നത്. അത് അടൂർ ഗോപാലകൃഷ്ണനെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ സമൂഹത്തിലെ ഏതാണ്ട് അധികാര കസേരകളിലിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നമാണ്. രാഷ്ട്രീയ നേതാക്കൾ, മത നേതാക്കൾ, ഇവരൊക്കെ ഇങ്ങനെയുള്ള മുഖം കാണിക്കുന്നവരാണ്. അതാണ് യഥാർത്ഥത്തിൽ നാം എതിർക്കേണ്ടതും തോൽപ്പിക്കേണ്ടതും.